നമസ്കാരം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചെന്ന പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് DGP മടക്കിയത് പോലീസ് വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് നിർണായക റിപ്പോർട്ട് മടക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് കുറ്റാരോപിതനായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. എന്നാൽ ഈ റിപ്പോർട്ട് ഏത് ഏജൻസിക്കാണ് മടക്കിയത് എന്നതിൽ ഇപ്പോഴും ദുരൂഹതയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘം എന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റായിരുന്നു. തൃശൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ അന്നത്തെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി തലവനും DYSP ബൈജു പൗലോസ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള സംഘമായിരുന്നു അത്. എന്നാൽ ഈ മുൻ SIT ഇന്ന് നിലവിലില്ല എന്ന് തന്നെയാണ് നിലവിലെ പ്രധാനപ്പെട്ട കാര്യം. മുൻ SIT തലവനായിരുന്ന ഷൗക്കത്ത് അലി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി സ്ഥലം മാറിയതോടെ അന്നത്തെ പ്രത്യേക സംഘം ഫലത്തിൽ ഇല്ലാതായി കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന് മാറ്റമില്ലെങ്കിലും നിലവിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് മേധാവിയായി നിയമിതനായിരിക്കുന്നത് SP ആയി സ്ഥാനക്കയറ്റം ലഭിച്ച ഇടുക്കി സ്വദേശി ഗിൽസൺ മാത്യുവാണ്. അതിനാൽ ഈ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റിനാണോ അതോ പുതിയ പ്രത്യേക സംഘത്തിനാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി DGPയുടെ ഓഫീസിലും പോലീസ് ആസ്ഥാനത്തും തീരുമാനമാകാതെ പിടിച്ചുവച്ചിരുന്ന റിപ്പോർട്ടാണ് പെട്ടെന്ന് തുടരന്വേഷണത്തിനായി മടക്കി അയച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകരുതെന്ന് ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ സമയബന്ധിതമായ തന്ത്രങ്ങളുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടിലെ ചോദ്യങ്ങൾക്ക് തുടരന്വേഷണം നടത്തി വ്യക്തത വരുത്തി പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുരുങ്ങിയത് 1 മാസമെങ്കിലും സമയമെടുക്കുമെന്ന് ഉറപ്പാണ്. ഈ കാലതാമസം കുറ്റാരോപിതനായ ADGP MR അജിത് കുമാറിന് നൽകുന്ന നേട്ടം ചെറുതല്ല. 2026 ജൂലൈ അവസാനത്തോടെ സംസ്ഥാന പോലീസ് തലപ്പത്ത് DGP പദവിയിൽ ഒഴിവ് വരികയാണ്. പോലീസ് മേധാവി രാവിത ചന്ദ്രശേഖർ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറുന്നതും അതിന്മേൽ പുതിയ അന്വേഷണം നടക്കുന്നതും നീണ്ടുപോകുന്നതോടെ ജൂലൈ മാസാവസാനത്തെ DGP പ്രൊമോഷൻ പട്ടികയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഉൾപ്പെടാൻ അജിത് കുമാറിന് സാധിക്കും. ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ പ്രൊമോഷൻ നേടാനുള്ള വഴിയാണ് ഇതിലൂടെ കളമൊരുങ്ങുന്നത്. ആലപ്പുഴയിൽ നടന്ന പോലീസ് അതിക്രമവും കേസിന്റെ അട്ടിമറിയും സംബന്ധിച്ച് ഗുരുതര ആരോപണങ്ങളാണ് മുൻ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നത്. ADGP MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് ഡയറിയിൽ തിരിമറികൾ നടത്തിയതെന്ന് ഗ്രേഡ് SIമാർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. കേസ് ഡയറി നശിപ്പിച്ച് തെളിവില്ലാതാക്കുക, കീഴുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും കേസ് ഡയറി തിരുത്തി എഴുതിക്കുക, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ വ്യക്തമായിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ മടിക്കുകയാണ്. എത്ര വലിയ ആരോപണങ്ങൾ ഉയർന്നാലും തടസ്സങ്ങളില്ലാതെ തടിയൂരാൻ ഈ ഉദ്യോഗസ്ഥന് സാധിക്കുന്നത് കേവലം രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രമാണോ എന്ന സംശയം കനക്കുകയാണ്. പോലീസിലെ അതിനിർണായക പദവികൾ അലങ്കരിച്ചപ്പോൾ ശേഖരിച്ച വിവരങ്ങളാണോ ഇദ്ദേഹത്തിന്റെ ബലമെന്ന ചോദ്യവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. മുൻപ് വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലയളവിലോ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നപ്പോഴോ ഭരണാധികാരികളെയും മുതിർന്ന നേതാക്കളെയും കുറിച്ച് ശേഖരിച്ചു വെച്ചിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയാണെന്ന ചോദ്യമാണ് ഉയർന്നത്. അതിക്രമത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ലഭ്യമാക്കേണ്ട പോലീസ് ആസ്ഥാനം തന്നെ കേസന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ വഴിയൊരുക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. സർക്കാരും പോലീസ് മേധാവിയും ഒത്തുകളിച്ച് അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് ആരോപണം ശക്തമാകുന്നുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ പുതിയ കേസിൽ അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടും അതിന്മേൽ ഉണ്ടാകുന്ന നടപടികളും കേരള പോലീസിന്റെ വിശ്വാസ്യതയിൽ അത്യന്തം നിർണായകമാകും.